Hello. Welcome to market discussion of the day. Today, September 16, 2025, ട്യൂസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഡേ ആണെന്നുള്ള കാര്യമാണ് അല്ലേ. സോ ഇന്നത്തെ ദിവസം മാറി നിൽക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് റീറ്റെയിൽ സെയിൽസും നാളെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമാണ്. ഒരു കാരണവശാലും മാർക്കറ്റിൽ സ്റ്റക്കാവാതിരിക്കുക എന്നുള്ളൊരൊറ്റ കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം ഇന്നത്തെ റീറ്റെയിൽ സെയിൽസിന് ശേഷം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് മാർക്കറ്റിനെ മാർക്കറ്റായിട്ട് കാണുക. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് 3686. നമുക്കറിയാം 3686 ഈ വർഷം അവസാനം എത്തും എന്നുള്ളതായിരുന്നു വലിയ വലിയ ബാങ്കുകളും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ 3680 ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലേഴ്സ് പ്രസൻ്റ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ മാർക്കറ്റ് ഇന്നലെ 3680 എത്തിയിട്ട് അവിടുന്ന് താഴോട്ട് പോവാത്ത ഒരു കാഴ്ച നമുക്ക് കാണുകയും ചെയ്യാമല്ലേ. സോ ഇത് വളരെ എന്താ പറയുക, ട്രിക്കിയാണ്. കാരണം ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ സെല്ലേഴ്സ് വരെ ഡൗട്ട്ഫുള്ളാണ്, അവിടുന്ന് സെല്ല് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഭയങ്കര ഡൗട്ടായിട്ട് നിൽക്കുന്നു. ഇപ്പം നിൽക്കുന്നത് 3686. ഇന്നലെ രാത്രി ഒറ്റ ക്യാൻഡിൽ 3689 വരെ പോയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഗോൾഡിൻ്റെ കാര്യത്തിലാണ്. സോ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആയതുകൊണ്ടിട്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് പോകാം. ഇന്ന് എത്ര മണിക്കാണ് ന്യൂസ് വരുന്നത്, ഏത് സമയത്താണ് നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടാണ് മലയാളം ബാച്ച് തുടങ്ങുന്നത്. ഓക്കെ, കുറേ ആൾക്കാർ ഓൾറെഡി കയറിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇന്ന് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ രാത്രി 7:30ക്കും 10:30ക്കും ഒരേ കാര്യങ്ങളായിരിക്കും പറയുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ലായിരുന്നു, എന്നിട്ട് പോലും മാർക്കറ്റ് മുകളിലോട്ട് പോയി. സോ ഇന്ന് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. റീറ്റെയിൽ സെയിൽസ് നമുക്കിന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുന്നത്. സോ ഫോർകാസ്റ്റ് പറയുന്നത് 0.8%, പ്രീവിയസ് 0.9% ആയിരുന്നു. കഴിഞ്ഞ വട്ടം. സോ ഈ വട്ടം 0.5% ആയിരുന്നു പ്രീവിയസ്. ഈ വട്ടം ഫോർകാസ്റ്റ് -0.3% ആണ്. ഓക്കെ, സോ ഈ ഫോർകാസ്റ്റ് അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും, ഗോൾഡിൻ്റെ മാർക്കറ്റൊക്കെ വീണ്ടും മുകളിലോട്ട് പോവും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, കാരണം ഡോളറിൻ്റെ ശക്തി കുറയുകയും ഗോൾഡിൻ്റെ ശക്തി കൂടുകയും ചെയ്യും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന GBP USD, യൂറോ USD ഇതെല്ലാം മുകളിലോട്ട് പോവുകയും JPY താഴോട്ട് പോവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് നമുക്ക് മാർക്കറ്റിനെ പ്രഡിക്റ്റ് ഒന്നും ചെയ്യേണ്ട. മാർക്കറ്റ് ചിലപ്പോൾ താഴെ വന്ന് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. നാളെ നമുക്ക് CPIയുടെ ന്യൂസ് രാവിലെ തന്നെ ഉണ്ട്. GBPയിൽ നിന്ന് CPIയുടെ ഡേറ്റ വരുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നാളെ രാവിലെ ഒന്ന് കെയർഫുള്ളായിരിക്കുക. എനിക്ക് തോന്നുന്നു രാവിലെ 7 മണിക്കാണ് ഇവിടെ. സോ ഇന്ത്യൻ ടൈമിങ് 11:30 മണിക്കായിരിക്കും CPIയുടെ ഡേറ്റ വരുന്നത്. ഓക്കെ, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്, CPI ഉണ്ട്, യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട്. സോ നാളെ യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിച്ചിരിക്കുക. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചുണ്ട് എല്ലാ ബുധനാഴ്ചയും വരുന്ന. അതിനുശേഷം വൈകുന്നേരം 7 മണിക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, നമ്മൾ ലോകം മൊത്തം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണ്. ഓക്കെ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കറിയാം 4.50 ആയിരുന്നു കുറേ കാലമായിട്ട്. സോ അവർക്ക് വെട്ടിക്കുറച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ്. മോർ ലൈക്ലി 4.50 നിന്ന് താഴ്ന്ന് 4.25 ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി കാണേണ്ടിയിരിക്കുന്നു. സോ അതിനുശേഷം വേറെ ന്യൂസുകളൊന്നും തന്നെ ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ന്യൂസിനെ കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്യാം. മറ്റന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു പോവുകയും ചെയ്യാം. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറേ ആൾക്കാർ ഇന്ത്യയിൽ ബ്രോക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. വിഡ്രോവലിൻ്റെ പ്രശ്നം. ഓക്കെ,
അതേപോലെ തന്നെ എന്താ പറയുക, പൈസ ഇടുന്നതിനായിട്ടുള്ള ഡെപ്പോസിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും UAE, UK, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന മേജർ രാജ്യങ്ങളുടെ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറിൻ്റെ കൂടെ അവർ നല്ല രീതിയിലുള്ള ബോണസും തരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സ്റ്റാർ ട്രേഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ JPY 146.827 നിൽക്കുന്നു. ഓക്കെ, മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോയ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ മാർക്കറ്റ് ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സോ മാർക്കറ്റ് എനിക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് വരുമ്പോൾ മാർക്കറ്റൊക്കെ ഒറ്റയടിക്ക് JPY താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നാളത്തേക്ക് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം കേട്ടോ. സോ 146 മുകളിലാണ് നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ 146 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എന്തെങ്കിലും കാരണവശാൽ 148 മുകളിൽ മാർക്കറ്റ് പോവുകയും നാളെ രാവിലെ 148 തൊട്ട് താഴെയും നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്യുകയും ചെയ്യാം. നാളെ രാവിലെ 7:30 മണിക്ക് 148 മുകളിലാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഇതല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. നേരെ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.17835 നിൽക്കുന്നു. നമുക്കറിയാം യൂറോ കഴിഞ്ഞ വട്ടമൊക്കെ മുകളിലോട്ട് പോയ സമയത്ത് ഇപ്പം നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1.18252 എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മാർക്കറ്റ് ഹയസ്റ്റ് പോയത് ഈ ഒരു റേഞ്ചിലായിരുന്നു. 1.18243 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് മാക്സിമം പോയിട്ടുള്ളത്. സോ ഇന്ന് ന്യൂസ് വന്നതിന് ശേഷം ചിലപ്പം ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി, അടുത്ത റേഞ്ചിലോട്ട് എത്താനുള്ള പോസിബിലിറ്റി. സപ്പോസ് മാർക്കറ്റ് താഴെ വന്ന് കിട്ടിയാൽ 1.1500 എടുക്കുക. ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ന്യൂസിൻ്റെ സമയത്ത് 1.18 അവിടെ നിന്ന് സെല്ലെടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നമുക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. വേണം എന്നുള്ള ആൾക്കാർക്ക് ചെറിയ ക്വാണ്ടിറ്റി സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. GBPയിലോട്ട് വരുമ്പോൾ GBP 1.36277 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് ന്യൂസ് ആയതുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ ഒരു സെല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇന്നലെ രാത്രി അവസാനിച്ചത് മാർക്കറ്റ് ബേസിക്കലി 1.3600 മുകളിലായതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു പൊസിഷൻ ഹെഡ്ജ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ചെറിയ അല്ലെങ്കിൽ ഒരു 30 പിപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 30 പിപ്പിൻ്റെ വ്യത്യാസത്തിൽ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ ഇറങ്ങാനായിട്ടുള്ളൊരു എന്താ പറയുക ചാൻസാണ് ഞാൻ എടുക്കുന്നത് ഇതിനകത്ത്. ഓക്കെ, കാരണം എന്താ പറയുക ന്യൂസാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് കൂടുതൽ പോസിബിലിറ്റി US ഡോളറിന്, അതായത് റീറ്റെയിൽ സെയിൽസ് വരുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ്. GBP USD മുകളിലോട്ട് പോകാനായിട്ടാണ് എന്നുള്ള അതെൻ്റെ തോട്ടാണ് കേട്ടോ. അതെൻ്റെ തോട്ടാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. താഴോട്ട് പോയാലും 1.3500 സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. ഓക്കെ, സോ എന്തായാലും ഞാനത് ഹെഡ്ജ് ചെയ്തു. കാരണം നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാൻ ഹെഡ്ജ് ചെയ്ത് വെച്ചു. കാരണം ഞാൻ സ്റ്റോപ്പ് ലോസ് വരെ പോലും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ലോസ് പോലെ 1.3660 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് പോലും ഞാൻ വെയിറ്റ് ചെയ്യാതെ ഇപ്പം രാവിലെ തന്നെ ഞാനത് എന്ത് ചെയ്തു, ഹെഡ്ജ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഹെഡ്ജ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കിട്ടി. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. സോ അതാണ് GBPയിൽ പറയാനായിട്ടുള്ളത്. വെയിറ്റ് ചെയ്യുക, മാർക്കറ്റിനെ തോപ്പിക്കാനായിട്ട് നിൽക്കാതെ മാർക്കറ്റ് ഇന്ന് എവിടെ പോയി അവസാനിക്കുന്നു നോക്കിയിട്ട് നമുക്ക് നാളെ രാവിലെ തീരുമാനം എടുക്കാം. കാരണം നാളെ രാത്രിയാണ് ഇന്ത്യൻ ടൈമിംഗ് ഒക്കെ എന്താ പറയുക, രാത്രിയാണ് ഒരു ഇത് വരുന്നത്, എന്താണ് ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതുകൊണ്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് GBPയിലോട്ട് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യാം. നേരെ നമ്മൾ ഗോൾഡിൽ വരുമ്പം 3688 നിൽക്കുന്നു. ഒന്നും എനിക്കറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം നമ്മൾ ഇത് ന്യൂസ് വരുന്ന സമയത്ത് ഓടിക്കയറി 3730 ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 3630 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ബൈ
അത് നല്ലൊരു ബൈ ആയിരിക്കും കേട്ടോ. അവിടുന്ന് 3630 കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3615, 20 ഒക്കെ റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോയിക്കോ, ധൈര്യമായിട്ട് ബൈ എടുത്ത് മുന്നോട്ട് പോയിക്കോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഓൾ ടൈം ഹൈ അടിച്ചു 3689. പല ആൾക്കാരും എന്താ പറയുക, ഓൾ ടൈം ഹൈ ആയതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലെടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റോപ്പ് ലോസ് 92 അവിടെ വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, 94 അവിടെ വെക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ അവസാനിച്ചത് 3680 മുകളിലായതുകൊണ്ടിട്ട് തന്നെ അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കണമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിനെ തോൽപ്പിക്കാനായിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ എന്താ പറയുക, മാർക്കറ്റ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലെടുത്ത് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പക്ഷേ കൂടുതലും നമുക്ക് ഇത്രയും അതായത് 80 ടച്ച് ചെയ്തു, 85 വരെ പോയി, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വരുന്നില്ല. 80ൻ്റെ താഴെയായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണെന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത്. വീണ്ടും ഇപ്പോൾ അതാ ഈ ഒരു ക്യാൻഡിൽ രാവിലെ ഇവിടുത്തെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയ ക്യാൻഡിലാണിത്, 3688. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ പോലും എന്താണ് 3682. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ പോലും എന്താണ് മാർക്കറ്റ് 3680ൻ്റെ താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല, 80ൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം, 3680 ഭയങ്കരമായൊരു സപ്പോർട്ട് ചെയ്യുകയും ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് ഇപ്പം ന്യൂസിന് മുന്നേ ആയിട്ട് 3700 വരെയെങ്കിലും റീച്ച് ആകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സോ തൽക്കാലത്തേക്ക് മാറി നിൽക്കുക, നാളെ നമുക്ക് നോക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരിക്കലും മിസ്സാക്കി കളയാതിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി 3680, 3630 കിട്ടിയാൽ അവിടുന്ന് ധൈര്യമായിട്ട് ബൈ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുത്ത് പറഞ്ഞ് ഓർമ്മിപ്പിച്ച് പോകാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം വേറെ ഒരു ട്രേഡും ചെയ്യേണ്ട, നാളെ നമുക്ക് തീരുമാനിച്ചിട്ട് ഒരു ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.